തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9-നും 11-നും, ഡിസംബർ 13-ന് വോട്ടെണ്ണൽ. നമ്മൾ ഇനി പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. എ വി ജയശങ്കർ തത്സമയമുണ്ട്. ജയശങ്കർ, അല്പസമയം മുൻപ് അടൂർ പ്രകാശ് പറയുകയായിരുന്നു നിലവിലെ വിഷയങ്ങൾ, അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകും, അത് സർക്കാരിനെതിരായ വിധിയെഴുത്തായി മാറുമെന്നത്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുകയാണോ UDF, ഒപ്പം തന്നെ BJPയും? എന്താണ് അവരുടെയൊക്കെ പ്രതീക്ഷകൾ, പന്തളത്തുൾപ്പെടെ? അനുജ, ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ശബരിമല ഒരു വൈകാരിക ഘടകമാണ്. 2018-ൽ സമാനമായ രീതിയിൽ അത് ഇവിടെ പ്രചാരണ വിഷയമായിട്ടുണ്ട്. ഇക്കൊല്ലവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ BJPയും UDFും പ്രചരണ രംഗത്ത് കൊണ്ടുവരും. അതിൻ്റെ സൂചന തന്നെയാണ് നേരത്തെ അടൂർ പ്രകാശ് പങ്കുവച്ചത്. കാരണം അയ്യപ്പൻ UDFിനൊപ്പം നിൽക്കുമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് അത് മുൻപ് UDFിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടുത്തെ നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ അല്പം ആധിപത്യം LDFിനുണ്ട്. പക്ഷേ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ മറികടക്കാനാകും, പഴയ പ്രതാപത്തിലേക്ക് ജില്ലയിൽ തിരിച്ചു വരാനാകുമെന്നൊരു പ്രതീക്ഷ UDFിനുണ്ട്. ആ തരത്തിൽ തന്നെയാണ് വളരെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ തന്നെ UDF ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ജില്ലയിൽ ഈ വിമത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പരമാവധി വിമത സ്ഥാനാർത്ഥികളെ കുറച്ച് മുന്നോട്ട് പോകുന്നൊരു നീക്കം ഉണ്ട്. ഒപ്പം തന്നെ പന്തളത്ത് BJPയുടെ പടയോട്ടം തടയാനുള്ള സമഗ്ര പദ്ധതികളും UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും UDF ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു എന്നാണ് UDF കൺവീനർ തന്നെ പറയുന്നത്. അടൂർ പ്രകാശ് 24-നോടൊപ്പം ചേരുകയാണ്. ശബരിമലയായിരിക്കും പത്തനംതിട്ടയിൽ ഈ പ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിർണായകമായ പ്രചരണ വിഷയമാവുക? അല്ല, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയങ്ങൾ അത് പത്തനംതിട്ടയിൽ എന്ന് മാത്രമല്ല കേരളത്തിലുടനീളം ആ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമര പരിപാടികളുടെ ഭാഗമായി അത് നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. 4 ഇടങ്ങളിൽ നിന്നുള്ള ജാഥകൾ നയിക്കുകയും ആ ജാഥകൾ നയിച്ച അവസരത്തിൽ ജാതി മത ചിന്തകൾക്കതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റമാണ് അക്കാര്യത്തിൽ. അടൂർ പ്രകാശ് 24-നോട് പ്രതികരിക്കുകയാണ്. ശബരിമല വിഷയം ഉൾപ്പെടെ അവിടെ ചർച്ചാ വിഷയമാകും, അതിലെല്ലാം ജനം വിധി എഴുതും, അത് സർക്കാരിനെതിരായി മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ശ്യാം കുമാർ വിവരങ്ങളുമായുണ്ട്. ശ്യാം, ആലപ്പുഴ ജില്ലയിൽ എന്താണ് നിലവിലെ സ്ഥിതി? ഇപ്പോൾ ഇതിൽ മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ചർച്ചയാകും? സാധാരണ രീതിയിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി വളരെ വലുതാണ്. എങ്ങനെയാണ് വിഷയങ്ങൾ, മുന്നണികൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? അനുജ, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. അതിൽ ഗ്രാമപഞ്ചായത്തുകളിലെ കഴിഞ്ഞ തവണത്തെ കക്ഷിനില തന്നെ എടുത്താൽ ആകെയുള്ള 72 പഞ്ചായത്തുകളിൽ 50 പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ശക്തി സ്രോതസ് വ്യക്തമാകും. 6 നഗരസഭകളുള്ളതിൽ നിലവിൽ LDFും UDFും 3 നഗരസഭകളിൽ വീതം ഭരണം കൈയാളുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തിലാണ്, 1 സീറ്റ് മാത്രമാണ് UDFിന് ഉള്ളത് എന്നുള്ളത് തന്നെ ആ ജില്ലാ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വ്യക്തമാക്കും. 12 ബ്ലോക്ക് പഞ്ചായത്തിലുള്ളതിൽ 11ഉം LDF ഭരിക്കുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ ഇവിടങ്ങളിൽ 4-ലധികം പഞ്ചായത്തുകളിൽ BJP അധികാരത്തിൽ തുടക്കത്തിൽ എത്തുകയോ അധികാരത്തിന് തൊട്ടടുത്തെത്തുകയോ ചെയ്യുന്നൊരു സാധ്യതയുണ്ടായിരുന്നു. അവിടെ LDFും UDFും ഒന്നിക്കുകയും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ആ പഞ്ചായത്തുകൾ ഉൾപ്പെടെ BJP വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളതും നിലവിൽ കയ്യിലുള്ള കൂടുതൽ നഗരസഭകൾ LDFോ UDFോ പിടിച്ചെടുക്കുമോ എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള ഗ്രാമപഞ്ചായത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർദ്ധിപ്പിക്കാമെന്നുള്ളത് മാത്രമാണ് UDFും BJPയും ലക്ഷ്യം വെക്കുന്നത്. അതിൽ കൂടുതൽ പഞ്ചായത്തുകളുടെ അധികാരം പിടിച്ചെടുക്കാൻ ഏതായാലും LDFും ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. തീരദേശ മേഖലകൾ ഉൾപ്പെടെ നിർണായകമായ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ വിഷയങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ വോട്ടായി മാറുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെയും നാളെ രാവിലത്തേക്കും എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നുള്ളതാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മത്സരമാകും ആലപ്പുഴ ജില്ലയിൽ മുഴുവനായി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് മുൻകാല തെരഞ്ഞെടുപ്പ്. അതാണ് ആലപ്പുഴ ജില്ലയിലും കടുത്ത പോരാട്ടത്തിന് മുന്നണികൾ ഒരുങ്ങുന്നു. ഇന്ന് അല്ലെങ്കിൽ നാളെയോടെയൊക്കെ സ്ഥാനാർത്ഥി നിർണയം, പ്രഖ്യാപനം എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ശ്യാം കുമാർ പങ്കുവച്ച വിവരം. നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്നു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, തൃശ്ശൂർ ജില്ല
ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അല്പസമയം മുൻപ് വന്ന മേയറുടെ പ്രതികരണം അതൊക്കെ വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. LDF വിജയിക്കുമെന്ന് പറയാൻ തയ്യാറാകാത്ത മേയറെയാണ് നമ്മൾ കാണുന്നത്. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ മൂന്ന് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്? അനുജ, മേയറുടെ കാര്യം തന്നെയാണ് തൃശൂർ കോർപ്പറേഷനിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. 24 സീറ്റുകൾ LDF-നും 24 സീറ്റുകൾ UDF-നും 6 സീറ്റുകൾ BJP-യുമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയത്. അപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന MK വർഗീസിന് തന്നെ മേയർ ആവാനുള്ള ഒരു സാധ്യത തെളിയുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ BJP-യെ പുകഴ്ത്തിക്കൊണ്ടുള്ള, പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള പല പ്രസ്താവനകൾ നടത്തിയത് LDF ക്യാമ്പിൽ തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് LDF-നോടൊപ്പം ഒപ്പമാണ് താൻ എന്ന് ഉറച്ചു പറയാൻ മേയർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ 86ഓളം ഗ്രാമപഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും LDF-ന്റെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളിലും അടക്കം മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമാണ് LDF-നുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ വ്യാപകമായ രീതിയിലുള്ള വോട്ടുചോരി വിവാദം അടക്കം തൃശ്ശൂർ ജില്ലയിൽ മുഴങ്ങിക്കേട്ടതാണ്. അപ്പോൾ ഇപ്പോഴുള്ളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം വരുമ്പോൾ ഈ വോട്ടുചോരി വിവാദത്തിന് കുറെ കൂടി കനം വെക്കുമോ എന്ന കാര്യവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രധാനമായും ഈ മേയറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇതും ഇന്ന് ചേരുന്ന LDF-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF ക്യാമ്പിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് ഒരു കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ കൗൺസിൽ മീറ്റിംഗിൽ UDF-ന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും മേയർക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 3 മിനിറ്റ്സുകൾ മേയർ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള നികുതി പിരിവ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ എന്നും ഇന്ന് മേയറുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അനുജ, അതാണ് തൃശ്ശൂരിൽ നിന്നുള്ള സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.